ഇപ്പോൾ ഒരു വാർത്ത. ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ മൊഴി ദുരുപയോഗം ചെയ്ത ASIക്ക് സസ്പെൻഷൻ. തൃത്താല പോലീസ് സ്റ്റേഷനിലെ ASI കാജ ഹുസൈനെയാണ് സസ്പെൻഡ് ചെയ്തത്. നിഖിൽ പ്രമേഷ് പാലക്കാട് ചേരുന്നു. നിഖിൽ, എന്താണ് സംഭവത്തിന്റെ പശ്ചാത്തലം, വിവരങ്ങൾ? സുഹൈൽ, പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിൽ ഒരു ബലാത്സംഗത്തിന് കേസെടുത്തിരുന്നു. തൃത്താല പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. പരാതിക്കാരിയുടെ മൊഴിയിൽ മറ്റൊരു യുവാവിനെ പറ്റിയും പരാമർശമുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ സ്ഥലത്തിലായ സമയത്ത് ഈ യുവാവിനോട് ഫോണിൽ വരാൻ ഈ ASI ആവശ്യപ്പെടുകയും ഒലവക്കോട്ടേക്കെത്തി ഇയാളുടെ പണം ആവശ്യപ്പെടുകയുമായിരുന്നു. തുടർന്ന് കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഇയാൾ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ASIയെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ മൊഴി ദുരുപയോഗം ചെയ്ത് യുവാവിനെ ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു എന്ന കേസിലാണ് ഇപ്പോൾ ASI കാജ ഹുസൈനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ജില്ലാ പോലീസ് മേധാവി അന്വേഷണ വിധേയമാണ് സസ്പെൻഡ് ചെയ്തത്. ഹേമാംബിക നഗർ പോലീസ് എടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഈ കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തി ASIയുടെ ഭാഗത്ത് പിഴവുണ്ടായി എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ വകുപ്പ് തല നടപടികളടക്കം ഉണ്ടാകും. എന്തായാലും പ്രാഥമികമായി ഇത്തരത്തിലുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ നടത്തി പണം തട്ടാൻ ASI ശ്രമം നടത്തി എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. അങ്ങേയറ്റം ലജ്ജാവഹമാണ്. കാരണം നാട്ടുകാർക്ക്, ആളുകൾക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ട പോലീസ് തന്നെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുക. അതും ബലാത്സംഗ കേസിലെ പരാതിക്കാരുടെ മൊഴിയാണ് ഇവിടെ ദുരുപയോഗം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസിന്റെ ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. സുഹൈൽ. ശരി, നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പന്തീരാങ്കാവിലെ ഗാർഹിക പീഡന കേസിലെ പ്രതിയെ ജർമ്മനിലെത്തിക്കാൻ സഹായിക്കുക, പരാതിക്കാരുടെ മൊഴി ദുരുപയോഗം ചെയ്യുക, നീതിക്ക് കാവലാളാകേണ്ട പോലീസാണ്